നമ്മുടെ ലോകത്ത് ഏകദേശം 5.5 ബില്യൺ ആളുകൾ, അതായത് ഏകദേശം 550 കോടിയോളം ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അതായത് ലോക ജനസംഖ്യയിൽ തന്നെ 60% മുകളിൽ ആളുകളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ദിവസേന കാണുന്ന എല്ലാത്തരം ആവശ്യങ്ങൾക്കും ഇൻ്റർനെറ്റ് കൂടിയേ തരൂ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഷോപ്പിംഗ്, ഫുഡ് ഓർഡറിങ്, പേയ്മെൻറ്റ് കൊടുക്കൽ എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങൾക്കും ഇപ്പോൾ ഇൻ്റർനെറ്റ് കൂടിയേ തരൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്ര സങ്കീർണമായ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ 2 മെഷീനുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ, ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് പോലെ തന്നെയുള്ള ഒരു മെഷീനിലാണ് ആ വെബ്സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മെഷീൻ, നമ്മൾ സെർച്ച് ചെയ്യുന്ന മെഷീൻ, വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന മെഷീൻ ക്ലയൻറ്റ് മെഷീൻ എന്നും വെബ്സൈറ്റ് സ്ഥിതി ചെയ്യുന്ന മെഷീനെ സെർവർ മെഷീൻ എന്നും അറിയപ്പെടുന്നു. നമ്മളിവിടെ കാണുന്ന സെർവർ മെഷീൻ യഥാർത്ഥത്തിൽ ഒരു ലാപ്ടോപ്പ് പോലെ തന്നെയല്ല, കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നു. അതിൻ്റെ സാങ്കേതികവിദ്യയും കോൺഫിഗറേഷനൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ മെഷീനുകൾ തമ്മിലുള്ള പരസ്പര കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർനെറ്റ് എന്ന് മനസ്സിലായി. ഈ ഇൻ്റർനെറ്റിലെ 2 മെഷീനുകളെ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സിനെയാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അഡ്രസ്സ് ഉപയോഗിച്ചാണ് ഈ പരസ്പരം മെഷീനുകൾ തമ്മിൽ മനസ്സിലാക്കി ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടുന്നത്. ഇവിടെ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ www.facebook.com എന്ന വെബ്സൈറ്റ് അഡ്രസ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ സിഗ്നലുകൾ നേരെ പോകുന്നത് നമ്മുടെ മോഡം അല്ലെങ്കിൽ റൗട്ടറിലേക്കാണ്. റൗട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഈ റൗട്ടറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത വെബ്സൈറ്റ് അഡ്രസ്സ്, അഥവാ അതിനെ ഡൊമൈൻ നെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡൊമൈൻ നെയിം റൂട്ടർ മുഖേന മറ്റൊരു സെർവറുമായി കണക്ട് ചെയ്യുന്നു. സെർവർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷീനുമായി കണക്ട് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് അഡ്രസ്സിനെ IP അഡ്രസ്സിലേക്ക് മാറ്റുന്ന ഒരു മെഷീൻ്റെ പേരാണ് DNS എന്നറിയപ്പെടുന്നത്. അങ്ങനെ റൂട്ടർ DNS സെർവറുമായി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് സ്ഥിതി ചെയ്യുന്ന മെഷീൻ്റെ IP അഡ്രസ്സ് ലഭ്യമാകുന്നു. പിന്നീട് ഈ IP അഡ്രസ്സ് നമുക്ക് കിട്ടുകയുമ്പോൾ IP അഡ്രസ്സ് ഉപയോഗിച്ച് റൂട്ടർ വെബ്സൈറ്റ് സ്ഥിതി ചെയ്യുന്ന സെർവറുമായിട്ട് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുകയും വെബ്സൈറ്റ് ഡാറ്റ റൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കിട്ടുകയും ആ റൂട്ടർ നമുക്ക് നേരെ നമ്മുടെ ക്ലയൻറ്റ് മെഷീനിലേക്ക് ആ വെബ്സൈറ്റിൻ്റെ ഡാറ്റ ഡീറ്റെയിൽസ് നമ്മുടെ ക്ലയൻറ്റ് മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നൽകുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് ഇവിടെ നമ്മുടെ ബ്രൗസറിൽ പ്രത്യക്ഷപ്പെടുന്നു.